മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിനെ അങ്ങനെ നോക്കാറില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രൊഡ്യൂസർ ആകുമ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നത് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മാർക്കറ്റ് മാത്രം ആലോചിച്ചുകൊണ്ട് നമ്മൾ സിനിമ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ സിനിമ ചെയ്തിട്ടുള്ള പല സംവിധായകർക്കും അവർ ആഗ്രഹിച്ച സിനിമകൾ ചെയ്യാനേ പറ്റില്ല. എല്ലാവരും ബൗണ്ടറീസ് പുഷ് ചെയ്തിട്ടല്ലേ പോയിട്ടുള്ള. നമ്മൾ വലിയ പടങ്ങൾ തന്നെ എടുക്കാം. ഇപ്പോൾ ബാഹുബലി തുടങ്ങുന്ന സമയത്ത് അത്രയും ബഡ്ജറ്റിൽ ആ പടം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ സക്സസ് ആവുമെന്ന് അതെങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കാൻ പറ്റുമോ? അതിന് മുമ്പൊരു ബാഹുബലി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ബാഹുബലിയാന്നല്ല. ആ എക്സാമ്പിൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കന്നഡയിൽ നിന്ന് ഇപ്പോൾ KGF വന്ന സമയത്ത് ഹോംബാലെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, ഇത് അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് സിനിമയാണ്. അങ്ങനെ രീതിയിൽ അവർ പുഷ് ചെയ്യുകയും ചെയ്തു. സ്റ്റോറിയിൽ അവർ ഭയങ്കര നമ്മൾ KGF-ലല്ലേ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ KGF ആണ് യഷിന്റെ ആദ്യം കാണുന്ന ഫിലിം. അതെ. ഇപ്പൊ കാന്താര വരുന്ന സമയത്ത് നമുക്കതിൽ അഭിനയിച്ച ആൾക്കാരെ അറിയില്ലല്ലോ. ഇപ്പൊ അടുത്ത് രാജീവ് ഷെട്ടിയുടെ ഒരു പടം വന്നില്ലേ, സൂഫ്രം. അതാ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ രണ്ടാമത്തെ ഷോ കഴിയുമ്പോഴേക്കും ആൾക്കാർ വരും. ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ലോകയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇപ്പം പറഞ്ഞല്ലോ ഒരു ഇത്രയും റിസ്ക്. ദുൽഖർ ആ റിസ്ക് എടുത്തില്ല, ദുൽഖർ പോലും ആക്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ദുൽഖർ ആ ഒരു ബൗണ്ടറീസ് പുഷ് ചെയ്തു. ഇപ്പൊ ഓരോ ആൾക്കാര് ആ ബൗണ്ടറീസ് പുഷ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ദുൽഖർ ആ റിസൾട്ട് കിട്ടി, കാരണം സിനിമയിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആലോചിക്കണേ, മലയാളത്തിൽ എത്ര പേര് ആ റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്റ്റഡി OTT ബിസിനസ് ഇല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമയിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായി. ആ പടത്തിന് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. പക്ഷേ ആ തിയേറ്ററിൽ വർക്കായില്ല. ആ പടം വർക്കായില്ല ഞാൻ പറയാൻ കാരണം, ഞാൻ എൻ്റെ ഡയറക്ടർ വിനീഷിനോടും ആനന്ദിനോടും സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രോ നമ്മുടെ പടത്തിന് നല്ല റിസൾട്ട് കിട്ടി, അതായത് അത്യാവശ്യം ഓഡിയൻസ് റെസ്പോൺസ് കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തില്ല. അതിൽ ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് വേർഡ് ഓഫ് മൗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം വിശ്വസിച്ചിരുന്നെങ്കിൽ ആ പടത്തിന് തിയേറ്ററിൽ ഈ വിധി വരില്ലായിരുന്നു. പിന്നീട് OTT വന്നതിന് ശേഷം അത് വീണ്ടും ചർച്ചാ വിഷയമായി. നമ്മൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടെ മറ്റേ ബെഞ്ചിൻ്റെ കാര്യം ഉൾപ്പെടെ വന്നു. പക്ഷേ ദേ സെഡ് ദാറ്റ് അവർ മാർക്കറ്റ് ചെയ്യാത്തതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, വേർഡ് ഓഫ് മൗത്തിൽ അവർ വിശ്വസിച്ചതിൽ വർക്കായില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഇതിൽ ഇതിൻ്റെ പോസിറ്റീവ് വേറൊരു സൈഡ് ആലോചിച്ച് നോക്ക്. ആ സിനിമ എന്തുമാത്രം ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പം തിരെ അതെ അല്ല, തിയേറ്ററിൽ ഓടാതിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർക്ക് എവിടെയും പോയിട്ട് ഇന്ന് ആരുടെ അടുത്തും ചെന്ന് ഒരു കഥ പറയാം. അതൊരു സക്സസ് ആയ സിനിമ ചെയ്ത ഡയറക്ടർക്ക് പോലും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അയാളുടെ സിനിമ അപ്പോൾ ബോക്സ് ഓഫീസിൽ സക്സസ് ആയിരിക്കും, പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായിട്ട് എല്ലാ സിനിമകളും മാറൂലല്ലോ. അപ്പോൾ നാളെ പുള്ളിക്ക് പോയിട്ട് ഇപ്പം തമിഴിലും അടക്കം തമിഴ്നാട്ടിലൊക്കെ ആ സിനിമ ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. നാളെ ഒരു A-ലിസ്റ്റർ ആക്ടർ എടുത്ത് പോയിട്ട് പുള്ളിക്ക് ഈസിലി കഥ പറയാൻ പറ്റും. അതാണ് സക്സസ്. നമ്മൾ കാണുന്ന ഒരു ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഉള്ളതല്ലല്ലോ സക്സസ്, അതിന്റെ അപ്പുറത്തും ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഇപ്പൊ പറഞ്ഞ ശരി. കാരണം ഇനി ഒരു കാലത്ത് മലയാളത്തിന് ഇപ്പൊ ലാസ്റ്റ് 1 year ആയിട്ട് ഈ പ്രോസസ്സ് ചേഞ്ച് അടയ്ക്കുക. ഇനി മുമ്പത്തെ പോലെ പ്രീ ബിസിനസ് ചെയ്ത് സേഫ് ആക്കി തിയേറ്ററിൽ എത്തുന്നുള്ള സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രോസസ്സ് തീർന്നു. അതൊരു കോവിഡ് സമയത്ത് ഒരു സംഭവമായിട്ട് വന്നു. ഒരു ലാസ്റ്റ് 1 year ആയപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്ക് ടു നമ്മൾ ഒരു 10 years ബിഫോർ ഉണ്ടായിരുന്നല്ലോ, ഫുൾ റിസ്കോടെ തിയേറ്ററിൽ വരിക, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, കൈയടിക്കും. ഒരു 50 days 70 days. ഇപ്പം നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞു, കാരണം വൈഡ് റിലീസ് വന്നല്ലോ. ഇപ്പം ഒരു ഗുണം എന്ന് വെച്ചാൽ പടം കൊള്ളാമെങ്കിൽ ഒരു 10 days തന്നെ ഇപ്പൊ കളക്ഷൻസ് കാണില്ലേ ലോകയുടെ എല്ലാം. 10 ദിവസം ആയിട്ടേ ഉള്ളൂ ഇത്രയും കളക്ഷൻ. അതെ, അപ്പം അതാണ് നല്ലതാണ്. നമ്മുടെ ആൾക്കാർ വരും. അവർക്ക് തിയേറ്ററിൽ കാണേണ്ട പടം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ വരും. തിയേറ്ററിൽ കാണണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ അവരെ അത്രയും ആകർഷിക്കാത്ത സിനിമയാണെങ്കിൽ അവർ OTTക്ക് വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്ന് കരയുക, അത്രേ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഒന്നുമില്ല.